നമസ്കാരം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിലും ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ജീവിത മാർഗമാക്കിയവരാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു സേവന പ്രവർത്തനമാണെന്ന മിനിമം ബോധം പോലും ഇല്ലാതെ രാഷ്ട്രീയത്തിലൂടെ അധികാരവും സമ്പത്തും നേടിയെടുക്കാമെന്നുള്ള സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം ഖദർ കുപ്പായവും ഇട്ട് ഇറങ്ങിയവരാണ് മിക്കവാറും രാഷ്ട്രീയക്കാരന്മാരെല്ലാം. കാലം മാറിയപ്പോൾ വായ്ത്താരികൾക്ക് പകരം സൈബർ ഇടങ്ങളായി രാഷ്ട്രീയ മേലാളന്മാരുടെ യുദ്ധക്കളം. സൈബർ ഇടങ്ങളിൽ തങ്ങൾക്ക് വിരോധമുള്ളവരെ വലിച്ചുകീറാനും കടിച്ചുകുടയാനും വേണ്ടി എറിഞ്ഞുകൊടുക്കാൻ മാത്രം മനസാക്ഷിയില്ലാത്ത നികൃഷ്ട ജന്മങ്ങളായി മാറി പല രാഷ്ട്രീയക്കാരും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗികാരോപണ കുറ്റം ഉന്നയിച്ച മാധ്യമ പ്രവർത്തക ആരാണെന്ന് വെളിവാക്കുന്ന തരത്തിൽ പരോക്ഷമായി സന്ദീപ് വാര്യർ നടത്തിയ പരാമർശം. മാധ്യമപ്രവർത്തക ആരാണെന്ന തരത്തിലുള്ള പല അഭ്യൂഹങ്ങളും പരക്കുന്നതിനിടയിൽ കൃത്യമായ തെളിവോടുകൂടി ചിത്രത്തോടുകൂടി സന്ദീപ് വാര്യർ തന്റെ രഹസ്യ അജണ്ട നടത്തിക്കഴിഞ്ഞപ്പോൾ സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെട്ടത് ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീയാണ്. ഇത്തരത്തിലുള്ള കേസിന്റെ അന്വേഷണം തുടങ്ങി വെക്കുക മാത്രം ചെയ്ത അവസരത്തിൽ ഇരയെന്നും പ്രതിയെന്നും ആരെയും വിളിക്കാൻ കഴിയാത്ത അവസരത്തിൽ ഒരു സ്ത്രീയെ പരസ്യ വിചാരണയ്ക്ക് എറിഞ്ഞുകൊടുത്ത രാഷ്ട്രീയക്കാർക്ക് എന്ത് രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് ഈ സമൂഹത്തിനോടും പൊതുജനത്തിനോടുമുള്ളത്? ഒരാളുടെ ഏറ്റവും വ്യക്തിപരമായ സ്വകാര്യ ദുഃഖം അല്ലെങ്കിൽ ദുരന്തം പോലും രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി മുതലെടുപ്പ് നടത്തുന്ന ഇവരെയൊക്കെയാണ് ആദ്യം പടിയടച്ച് പിണ്ഡം വെക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ കൂടുതൽ പേരെ പോലീസ് പ്രതി ചേർത്ത് കഴിഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ, സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് എന്നിവർ അടക്കമുള്ളവരെയാണ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ ഈശ്വറിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. രാഹുൽ ഈശ്വർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. രഞ്ജിത പുളിക്കലാണ് 1-ാം പ്രതി, ദീപ ജോസഫ് 2-ാം പ്രതിയാണ്. സന്ദീപ് വാര്യർ 4-ാം പ്രതിയും രാഹുൽ ഈശ്വർ 5-ാം പ്രതിയുമാണ്. പരാതിക്കാരിയെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ പോസ്റ്റ് ഇടുകയോ ചെയ്തിട്ടില്ല എന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചു. കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നാണ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. ആദ്യം ഇരയുടെ പേരെ വെളിപ്പെടുത്തിയത് DYFI ആണ് എന്നും DYFI നേതാവ് മൈക്കുകെട്ടി പ്രസംഗിച്ചു എന്നും എന്നിട്ടും കേസെടുത്തില്ല എന്നും സന്ദീപ് വാര്യർ ആരോപിക്കുന്നു. പരാതിക്കാരിയായ യുവതിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് ADGP ശ്രീജിത്ത് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇരയാക്കപ്പെട്ട സ്ത്രീയെ സമൂഹ മാധ്യമത്തിൽ ഒരു ഉളുപ്പമില്ലാതെ എറിഞ്ഞുകൊടുത്തിട്ട് രാഷ്ട്രീയം കളിക്കുന്ന സന്ദീപ് വാര്യരെ പോലെയുള്ളവരെ നിയമം കൊണ്ട് തന്നെ ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യരെയും ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് രാഷ്ട്രീയത്തിൽ മുളച്ചു വന്നവരല്ല സന്ദീപ് വാര്യർ അടക്കമുള്ള ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട പലരും. അവരെല്ലാം അവരവരുടെ കർമ്മ മേഖലയിൽ പാണ്ഡിത്യമുള്ളവരും ദീർഘകാല പരിചയമുള്ളവരുമാണ്. നിയമത്തെ പറ്റിയും സാമൂഹിക ബോധത്തെ പറ്റിയും പരിജ്ഞാനമുള്ളവരാണ്. അങ്ങനെയുള്ളവർ ഒരു കേസും അതിന്റെ ചർച്ചകളും ഉണ്ടാകുമ്പോൾ നിയമത്തിന്റെ വഴിയെ പല കാര്യങ്ങളും പോകാൻ അനുവദിക്കേണ്ടതുണ്ട്. ഇരയും പ്രതിയുമാണ് കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ നിരത്തി തെളിവ് മുൻനിർത്തി സ്വയം വിശുദ്ധരാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത്. എന്നാൽ അവരെ സമൂഹ മധ്യത്തിൽ കൊണ്ടു നിർത്തി ചോദ്യം ചെയ്യുന്നതും വിചാരണ ചെയ്യുന്നതും രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം വെച്ച് കളിക്കുന്നതും ഒരുതരം ഉളുപ്പില്ലായ്മയാണ് എന്ന് സന്ദീപ് ഇനിയെങ്കിലും തിരിച്ചറിയണം. ചില മുൻകാലങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആരും കല്ലെറിയാൻ മാത്രം വിശുദ്ധരല്ല എന്ന് മറന്നു പോകരുത്. ഇനി എന്തറിവില്ലായ്മ എന്ന് പറഞ്ഞാലും എന്തബദ്ധം എന്ന് പറഞ്ഞാലും ന്യായീകരണങ്ങൾ എന്തൊക്കെ നിരത്തിയാലും സന്ദീപ് വാര്യരെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ സമൂഹത്തോട് ചെയ്തത് ക്രൂരമായ നികൃഷ്ടമായ പ്രവൃത്തിയാണ് എന്ന് പറയാതെ വയ്യ.